Hello friends, it's me Ansi and welcome back to my channel. നമ്മുടെ സൈക്കോളജി പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ട് 2 ആണ്. ഓൾറെഡി ഒരു 10 ക്വസ്റ്റ്യൻ വിത്ത് റാഷണൽ എക്സ്പ്ലനേഷൻ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണ്. ഇന്ന് ഒരു 10 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ റാഷണൽസ് ഇവിടെ പറഞ്ഞ് നമുക്ക് പോകാം. സൈക്കോളജിക്ക് നമ്മൾ ഒരു എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ കൂടുതൽ എല്ലാവരും മെഡ്സർജ് ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സബ്ജക്റ്റാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സൈക്കോളജി, സോഷ്യോളജി അങ്ങനെയുള്ള സബ്ജക്റ്റ് ആരും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ആൻസർ ചെയ്യുമെങ്കിൽ നമുക്ക് റാങ്ക് മാക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് സൈക്കോളജി എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. The first question, the word psychology comes from option A Latin, option B Spanish, option C Greek, option D Italian. The word psychology originated from Greek word. Okay, Greek ആണ് ആൻസർ. അതായത് നമുക്ക് സൈക്കി എന്നും ലോഗസ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. സൈക്കി മീൻസ് സോൾ ആൻഡ് ലോഗസ് മീൻസ് ദ സ്റ്റഡി ഓഫ് നോളജ്. അങ്ങനെ ഇരിക്കുന്ന കുറച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞ് വില്യം ജെയിംസ് ഈ സോൾ റീപ്ലേസ് ചെയ്ത് മൈൻഡ് ആക്കി. അങ്ങനെ സൈക്കോളജിയുടെ മീനിങ് ദ സ്റ്റഡി ഓഫ് മൈൻഡ് എന്നാണ്. ഓക്കെ, അതും കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് വില്യം വൂണ്ട് എന്ന സയൻറ്റിസ്റ്റ് നമ്മുടെ ഈ സോൾ എന്ന മീനിങ് മാറ്റി മൈൻഡ് ആക്കിയതിനെ മാറ്റി കോൺഷ്യസ്നെസ് ആക്കി. അങ്ങനെ സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ് എന്ന് സൈക്കോളജിയെ പറയുന്നു. അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ് ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നെങ്കിലും കുറച്ച് പേരൊക്കെ വില്യം വൂഡിനെയും ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈക്കോളജി is defined as a scientific study of option A people and things, option B emotions and beliefs, option C perception and religion, option D mind and behavior. Option D mind and behavior ആണ് ആൻസർ. സൈക്കോളജി is defined as a scientific study of mind and behavior. Okay, the third question, the scientific approach is more useful at answering questions about dash than questions about dash. Option A facts and values, option B ideas and emotions, option C values and fact, option D emotions and fact. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ദ സയൻറ്റിഫിക് അപ്രോച്ച് ഈസ് മോർ യൂസ്ഫുൾ അറ്റ് ആൻസറിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഫാക്ട്സ് ദാൻ ക്വസ്റ്റ്യൻസ് അബൌട്ട് വാല്യൂസ്. ഓക്കെ, the fourth question, who is founder of Gestalt psychology? Option A Max Wertheimer, option B Albert Bandura, option C Alfred Adler, option D Crow and Crow. Who is the founder of Gestalt psychology? ഓപ്ഷൻ എ മാക്സ് വെർത്തിമർ ആണ് ജസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റാൾട്ട് സൈക്കോളജി എന്താണെന്ന് അറിയണം. അപ്പോൾ ചിലപ്പോൾ അതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഈസ് എ സ്കൂൾ ഓഫ് തോട്ട് ദാറ്റ് ലുക്ക് അറ്റ് ദ ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ ആസ് എ ഹോൾ. അതായത് ഒരു ഹ്യൂമൻ മൈൻഡ് ബിഹേവിയർ തന്നെ ഒരു ഹോളായിട്ട് കാണുന്ന ഒരു സ്കൂളാണ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ ഒരു ഗുഡ് ജസ്റ്റാൾട്ട് എന്ന് പറയുന്നത് അതൊരു കംപ്ലീറ്റ്നെസ് ഉണ്ട്. ഒരു സർക്കിൾ ആലോചിച്ച് നോക്കിയാൽ അതൊരു കംപ്ലീറ്റ് ആണല്ലേ, കംപ്ലീറ്റഡ് ആണ്. അതിനെ നമുക്ക് ഒരു ജസ്റ്റാൾട്ട് എന്ന് പറയാം. ഓക്കെ, ഇനി ഇൻകംപ്ലീറ്റ് സർക്കിളാണെങ്കിൽ നമ്മളതിനെ ഫുള്ളായിട്ട് പെർസീവ് ചെയ്യുന്നു കേട്ടോ. അതിനെയാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത്. ജസ്റ്റാൾട്ട് സൈക്കോളജി ഈസ് എ സ്കൂൾ ഓഫ് തോട്ട് ദാറ്റ് ലുക്ക് അറ്റ് ദ ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ ആസ് എ ഹോൾ. ക്ലിയർ? ഓക്കെ, the next question, that fifth question is the modern psycholinguistic theory proposed by option A Max Wertheimer, option B Bandura, option C Adler, option D Chomsky. modern psycholinguistic theory. സൈക്കോലിംഗ്വിസ്റ്റിക് തിയറി ആരായിരിക്കും കൊണ്ടുവന്നത്? ഓപ്ഷൻ ഡി ചെംസ്കി ആണ് ആൻസർ. ഇനി സൈക്കോലിംഗ്വിസ്റ്റിക് തിയറി എന്ന് പറയുന്നത് the psycholinguistic theories have explained that mental process that occur in human brain during a person produces and perceive a language. That means നമ്മൾ ഒരു ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ പെർസീവ് ചെയ്യുന്ന അത് മനസ്സിലാക്കുമ്പോഴോ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന കുറച്ച് മെൻ്റൽ പ്രോസസ്സ് ഉണ്ടല്ലേ, അതിനെയാണ് സൈക്കോലിംഗ്വിസ്റ്റിക് തിയറീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ പെർസീവ് ചെയ്യുമ്പോഴോ നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന മെൻ്റൽ പ്രോസസ്സിനെയാണ്
സൈക്കോ ലിംഗ്വിസ്റ്റിക് തിയറി എന്ന് പറയുന്നത്. സൈക്കോ ലിംഗ്വിസ്റ്റിക് തിയറി പ്രൊപ്പോസ് ചെയ്ത ആരാണ്? ചെംസ്കി. ഓക്കെ, ക്ലിയർ? The next sixth question is, for the first time the word psychology is introduced by option A Adler, option B Chomsky, option C Rudolf Gawker, option D William Wood. ഓപ്ഷൻ സി റുഡോൾഫ് ഗോൾക്കർ ആണ് നമ്മുടെ സൈക്കോളജി എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദ ടേം സൈക്കോളജി കോയിൻഡ് ബൈ റുഡോൾഫ്. ഓക്കെ, ഇമേജൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, കാരണം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം അല്ലേ. അപ്പോൾ ഇത് ചോദിക്കുമെന്നല്ല, അപ്പോൾ നമുക്ക് ഇമേജ് കൂടെ ഓർത്തിരിക്കുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ക്ലിക്കാം, ഓർമ്മ നിൽക്കുക. അതിനാണ് ഞാൻ ഇമേജ് കൂടെ ആഡ് ചെയ്തത് കേട്ടോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് പീപ്പിൾ റിയാക്ട് ഡിഫറെൻ്റ്ലി ടു ദ സെയിം സിറ്റുവേഷൻ. ദിസ് ഈസ് റിഫേർഡ് as ഓപ്ഷൻ എ മൾട്ടിപ്പിൾ ഡിറ്റർമിനൻറ്റ്സ്, ഓപ്ഷൻ ബി നേറ്റിവിസം, ഓപ്ഷൻ സി ദ സിംബോൺ ഇഫക്റ്റ്, ഓപ്ഷൻ ഡി ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഒരു സെയിം സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷനിൽ ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്നത് ഓരോ തരത്തിലായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു എക്സാം നടക്കുവാണ്, എക്സാമിൻ്റെ പേപ്പർ കിട്ടി. അപ്പോൾ ചിലവർക്ക്, ഇപ്പോൾ ഒരു 10 പേര് തോറ്റുപോയെങ്കിൽ ചിലർ വിചാരിക്കും സാരമില്ല നമ്മൾ പഠിക്കാഞ്ഞിട്ടല്ലേ. ചിലവർക്ക് പഠിച്ചിട്ടും തോറ്റുപോയെങ്കിൽ അവർക്ക് ആവേശം കാണും. ചിലർ ഉഴപ്പി നടക്കുന്നവരാണ് വിചാരിക്കുക സാരമില്ല നെക്സ്റ്റ് ടൈം, അങ്ങനെ വിചാരിക്കുമല്ലേ. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. അതിന് പറയുന്നതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓക്കെ, ക്ലിയർ? ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ടു nature as dash is to nurture. Option A environment and genes, option B conscious and unconscious, option C inaccuracy or accuracy, option D biology and experience. Biology is to nature as experience is to nurture. Okay, clear? The ninth question, the term tabula rasa highlights the importance of dash in shaping behavior. Option A genes, option B experience, option C nature, option D predestination. The term tabula rasa highlights the importance of dash in shaping behavior. Option B experience ആണ്. The term tabula rasa highlights the importance of experience in shaping behavior. ഈ tabula rasa എന്താണെന്ന് വെച്ചാൽ is a theory that individuals are born without built-in mental content and therefore all knowledge comes from experience or perception. എല്ലാവരും മെൻ്റൽ കണ്ടൻറ്റുമായിട്ട് ഒരുപാട് ബുദ്ധിയായിട്ട് ജനിച്ചവരല്ലല്ലേ. നമ്മുടെ എക്സ്പീരിയൻസ് നിന്നും പെർസെപ്ഷനിൽ നിന്നാണ് ആ നോളജൊക്കെ ഒരുപാട് നമുക്ക് കിട്ടുന്നത്. ആ ഒരു കൺസെപ്റ്റ് പറയുന്നതാണ് ടാബ്ല റാസ. ഓക്കെ, ക്ലിയർ? The last question, the 10th question, the Greek philosopher dash believed that knowledge is acquired through experience and learning. Option A Archimedes, option B Rousseau, option C Plato, option D Aristotle. ആരാണ് ഗ്രീക്ക് ഫിലോസഫർ? അരിസ്റ്റോട്ടിൽ ആണ് കേട്ടോ. ദ ഗ്രേറ്റ് ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ ബിലീവ്ഡ് ദാറ്റ് നോളജ് ഈസ് അക്വയർഡ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ലേണിംഗ്. അപ്പോൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.